രാത്രിയോടുകൂടി ആലപ്പുഴ അമ്പലപ്പുഴ വീട്ടിലെത്തും, പുന്നപ്പുഴ വീട്ടിലെത്തും. അവിടെ നിന്ന് നമ്മൾ ക്രമീകരണം ഇന്നലെ പ്ലാൻ ചെയ്തേക്കുന്നത് നാളെ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിക്കും. ആദ്യം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു 9:30 എത്തിച്ച് 1 മണിക്കൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. ഒരു 10:30 മണിയോടുകൂടി നമ്മുടെ പോലീസ് മൈതാനിലേക്ക് മാറ്റും. അപ്പോൾ കൺട്രോൾമെന്റ് മൈതാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ 3 മണി വരെ പൊതുദർശനമാണ് ഉദ്ദേശിക്കുന്നത്. 3 മണിക്ക് അവിടുന്ന് വിലാപയാത്രയായി വലിയ ചുടുകാവ് വന്നിട്ട് അവിടെയാണ് സംസ്കാരം നടക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വലിയ ചുടുകാട്ടിലും വീട്ടിലും ഈ കൺട്രോൾമെന്റ് മൈതാനത്തും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന വിലാപയാത്ര ആലപ്പുഴ എത്തുന്നവരെയുള്ള ക്രമീകരണങ്ങളും കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ, ട്രിവാൻഡ്രം ജില്ലയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ അതെ, അതിപ്പോ ഇന്നലെ ആലപ്പുഴയില് അഭൂതപൂർവമായ ജനസഞ്ചയം ഇന്നലെ തന്നെ ഉണ്ട്. അത് ഇച്ചിരി പാടാ, എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിൽ അത് കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇത് മാറ്റിയത് തന്നെ. കാരണം അത്രമാത്രം ജനസഞ്ചയം ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയും കൊണ്ട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയാണത്. പിന്നെ പോലീസ് മൈതാനിയിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കും നല്ലത്. കാരണം വീട്ടിലും പാർട്ടി ഓഫീസിലും വേണ്ടത്ര സൗകര്യങ്ങൾ, സ്ഥലവും ഇല്ല. അപ്പോൾ അത്രയും തിരക്ക് അവിടെ ഉണ്ടാകാതിരിക്കാൻ 11 മണി മുതൽ പോലീസ് മൈതാനിയിലേക്ക് കടപ്പുറത്തേക്ക് എല്ലാവരും എത്തി ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണത്. വീട്ടിലും പാർട്ടി ഓഫീസിലും അത്യാവശ്യം വീട്ടുകാർക്കും പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും മാത്രമായി ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ബാക്കി എല്ലാവരും കടപ്പുറത്തേക്ക് വരികയും ചെയ്യണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ആലപ്പുഴയിലടക്കം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.